ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഇതാണ് ആ പ്രൊഡക്റ്റ്, പ്ലമ്മിന്റെ ബോഡി ലവിങ് വാനില കാരമലോ ബോഡി ലോഷൻ ആണ് കേട്ടോ. ഇത് വിത്ത് കൊക്കോ ബട്ടർ ആണ്. ഈ പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ റിവ്യൂ ചെയ്യാൻ കാരണം ഇത് നല്ല രീതിയിൽ ആപ്റ്റ് ആയിട്ടുള്ള ടൈമാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആകും ഈ ടൈമിൽ ചെയ്താൽ എന്ന് കരുതിയാണ് ഈ പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഇപ്പം വിന്റർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിലൊരു ബോഡി ലോഷൻ നോക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ റിവ്യൂ ഇപ്പം ഞാൻ ചെയ്യുന്നത് കേട്ടോ. പ്ലം എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ആരോടും ഒന്നും തന്നെ പറയേണ്ടതില്ല. അവരുടെ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും എല്ലാം ഒരുപാട് നല്ലതാണ്. പിന്നെ കുറച്ച് ചില പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ അത്ര കണ്ട് വർക്ക് ആവാത്തത്. അപ്പം ഇതെനിക്ക് നല്ല രീതി യൂസ്ഫുള്ളായി വർക്കായ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് ഈ ടൈമിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇതെന്നെ അഡിക്റ്റ് ആക്കിയത് ഇതിൻ്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ. നല്ലൊരു ബട്ടറി സ്മെല്ലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ബട്ടറി സ്മെല്ലെന്ന് പറഞ്ഞാൽ ബട്ടറിൻ്റെ സ്മെല്ലല്ല, നമ്മളെ ഒരു മയക്കുന്ന പോലത്തെ ഒരു സ്മെല്ലില്ലേ, അതുപോലെ ഒരു സ്മെല്ലാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ അലിഞ്ഞു പോകും, അതുപോലെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. പിന്നെ സ്മെല്ല് മാത്രമല്ല, പ്രൊഡക്റ്റ് വൈസും നല്ലതാണ്. എനിക്ക് ചില സ്പ്രേയുടെ സ്മെല്ല്, ചില കുറച്ച് സ്മെല്ലുകളൊന്നും എനിക്ക് പിടിക്കില്ല. അങ്ങനെ തന്നെ മൈൽഡ് ആയിട്ടുള്ള നല്ല കാം ആയിട്ടുള്ള കുറച്ച് സ്മെല്ലുകൾ മാത്രമേ എനിക്ക് പിടിക്കുകയുള്ളൂ. ഈ കുത്തുന്ന പോലത്തെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതെന്നെ വല്ലാതെ അഡിക്റ്റ് ചെയ്ത ഒരു സ്മെല്ലാണ് കേട്ടോ. ഇതെന്നെ അഡിക്റ്റ് ആക്കിയത് സ്മെല്ലിൽ തന്നെയാണ് ആദ്യം. അങ്ങനെ ഞാൻ വാങ്ങി ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ആ സ്മെല്ലിൽ ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്ത് വന്നപ്പം അതിൻ്റെ പെർഫോമൻസും അത് അത്ര കണ്ട് നല്ലതാണ് കേട്ടോ. നല്ല രീതിയിൽ ബോഡി ഈ മോയ്സ്ചറായി കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, നോർമൽ ടു ഡ്രൈ സ്കിന്ന് വരെ, സാധാ ഡ്രൈ സ്കിന്ന് വരെ ഇത് നല്ല രീതിയിൽ പോകുന്ന ഒരു ബോഡി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്ന് വരെയാണ് കൂടുതലായിട്ട് പിന്നെ ബോഡി ലോഷൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് വിൻ്റർ ടൈം ആയതുകൊണ്ട് ഡ്രൈ സ്കിന്നിനൊക്കെ നല്ല രീതിയിൽ എപ്പോഴും ബോഡി ലോഷൻ്റെ ആവശ്യമുണ്ട്. കാരണം ചില സ്കിന്നുകൾ എക്സ്ട്രീമിൽ ഡ്രൈ ഒക്കെ ആകുമ്പം ഇങ്ങനെ ഒരുപാട് മുരിഞ്ഞ് ഫ്ലേക്കി ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സ്കിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന ടൈമാണ് ഈ വിൻ്റർ ടൈം എന്ന് പറയുന്നത്. ഈ ടൈമിൽ ഈ ബോഡി ലോഷൻ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് രാവിലെ കുളി കഴിഞ്ഞും പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരം കുളിച്ചിട്ട്, അങ്ങനെ രാവിലെയും വൈകിട്ട് 2 നേരമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഏകദേശം 5 മാസത്തോളമായി. ഇത് 400 ml പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പം ഇത്രത്തോളം ഉണ്ട് കേട്ടോ, ഇത്രത്തോളം ഉണ്ട്. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. എന്നാലും ഒരു 1.5 മാസം യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ചെടുത്താൽ മതിയാവും, നല്ല രീതിയിൽ മോയ്സ്ചർ കിട്ടുന്നുണ്ട്. നോർമൽ ടു ഡ്രൈ സ്കിന്ന് വരെയും ഞാനിത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എക്സ്ട്രീമിലി ഡ്രൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ വിൻ്റർ ടൈം എന്ന് പറയുന്നത് കൂടുതലായിട്ട് മോയ്സ്ചറൈസേഷൻ ആവശ്യമുള്ള ടൈമാണ്. അപ്പോൾ അതിന് വേറെ നല്ല മോയ്സ്ചറൈസറൊക്കെ അവൈലബിൾ ആട്ടോ. നിവിയുടെയൊക്കെ ഒരു ബ്ലൂ കളറൊക്കെ ഉണ്ട്. ഇതിൽ ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളവർക്ക് നല്ലതാട്ടോ. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്ന് വരെയാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിൻ എന്ന് പറയാൻ കേട്ടോ. അത്യാവശ്യം ഒന്ന് വലിഞ്ഞു മുറുകിയാണ് ഇരിക്കുന്നത്. എക്സ്ട്രീമിലി ഡ്രൈ അല്ല, സാധാ ഒരു ഡ്രൈ സ്കിന്നാണ്. ഈ വിൻ്ററിൽ നല്ല രീതിയിൽ ഡ്രൈ ആണ് കേട്ടോ എൻ്റെ സ്കിന്ന്. ഫേസ് കോമ്പിനേഷനും, പക്ഷേ കൈ വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഡ്രൈ ആകാറുണ്ട്. ഫേസ് വന്ന് പിന്നെ വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്കും കോമ്പിനേഷൻ മോർ ഡ്രൈ, അങ്ങനെയാണ് എൻ്റെ സ്കിൻ ഉണ്ടാവുക. സമ്മർ ആകുമ്പോഴത്തേക്കും കോമ്പിനേഷൻ മോർ ഓയിലി, അങ്ങനെയാണ് എൻ്റെ സ്കിൻ ഉണ്ടാവുക. കൈയും കാലം എന്ന് വെച്ചാൽ വിൻ്ററൊക്കെ ആകുമ്പോൾ നല്ല രീതി വലിഞ്ഞു മുറുകി ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ ക്യാപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചെങ്കിൽ ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ ആകുന്നത് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. എളുപ്പമാണ്. ഇങ്ങനെ ലോക്കാക്കി വെക്കുക, ഇങ്ങനെ ഓപ്പൺ ആക്കുക. പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ എടുത്താൽ മതിയാവും കേട്ടോ. ഇത് ഇങ്ങനൊരു കൺസിസ്റ്റൻസി ഒക്കെയാണ്. ഇത് കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ പിന്നെ മോയ്സ്ചർ കിട്ടുന്നുണ്ട്. നമ്മുടെ കയ്യിലും കാലയിലൊക്കെ ആട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചെടുത്താൽ തന്നെ നല്ല രീതിയിൽ ഇത് ഉണ്ടാവും, മോയ്സ്ചർ കിട്ടുന്നുണ്ട് കേട്ടോ.
അത്യാവശ്യം നല്ല രീതിയിൽ മോയ്സ്ചർ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മോയ്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ എടുത്ത് അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. ഒന്നുകൂടെ കുറച്ചും കൂടെ എടുത്ത് അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പം നല്ല രീതിയിൽ മോയ്സ്ചർ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു സ്മെല്ല് കേട്ടോ, ഒരു ബട്ടറി സ്മെല്ലാണ്. ഇതിൽ ബട്ടറൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് നല്ല രീതിയിൽ മോയ്സ്ചർ നമുക്ക് കിട്ടും കേട്ടോ. കയ്യിലും കാലിലൊക്കെ തേച്ചാൽ കുറേ നേരം ലോങ് വേ നമ്മുടെ കയ്യിലൊക്കെ നല്ല രീതിയിൽ ആ മണവും നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ സ്പ്രേ ഞാനിങ്ങനെ വാങ്ങിയപ്പോഴത്തേക്കും ഫ്രീ ബി ആയിട്ട് കിട്ടിയിരുന്നേ. പക്ഷെ അതത്ര കണ്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് പോകുന്നുണ്ട് കേട്ടോ അടിച്ചിട്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ കുറേ നേരം നമ്മുടെ ബോഡിയിൽ ഈ സ്മെല്ലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് അവർ ഫ്രീ ബി ആയിട്ട് അടിച്ച പ്ലമ്മിൻ്റെ സെയിം തന്നെ കാരമലോ എന്ന് പറഞ്ഞ സ്പ്രേ ആണ് കേട്ടോ. പക്ഷേ ഇത് അധികം നേരം നിൽക്കുന്നില്ല, ഒരു 2 മണിക്കൂർ കൂടുതൽ സ്മെല്ല് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും അതങ്ങ് പോവുകയാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ബോഡി ലോഷൻ എന്ന് വെച്ചാൽ എൻ്റെ ബോഡിയിൽ നല്ല രീതി ഒരു ലോങ് വേ നല്ല രീതിയിൽ പിന്നെ ഇങ്ങനെ സ്മെല്ലും നിൽക്കും. നിങ്ങളൊരു ലോങ് വേയിൽ ഒരു മോയ്സ്ചറൈസേഷൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോ. കാരണം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ക്വാണ്ടിറ്റി ഉണ്ട്, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 4-5 മന്ത്, ഒരു 5-6 മന്ത് എന്തായാലും നിങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് കുറേ നാൾ ഒരു ലോങ് വേ നമുക്ക് ഉപയോഗിക്കാൻ ഇത് സ്യൂട്ടാണ് കേട്ടോ. ഓരോ ബോഡി ടൈപ്പ് അനുസരിച്ചാകട്ടോ ഓരോ സ്മെല്ലും ബോഡിയിൽ ഒരുപാട് പേർക്കൊക്കെ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് അധിക നേരം സ്പ്രേ ആണെങ്കിലും മറ്റുള്ള ബോഡി ലോഷൻ അതിൻ്റെയൊക്കെ സ്മെല്ല് പെട്ടെന്ന് തന്നെ പോകുന്നു ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. നോർമൽ പേഴ്സൺ ആണ്, ഓവറായിട്ട് എനിക്ക് വേർക്കാറുമില്ല, എന്നാൽ തീർത്ത് ഇല്ലായ്കയില്ല. എൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ്. എനിക്ക് നോർമലായിട്ട് എൻ്റെ ബോഡിയിൽ കുറേ നേരം ആ സ്മെല്ലൊക്കെ നിൽക്കുന്നുണ്ട്. ഈ പ്ലമ്മിൻ്റെ ഇതിന് മുന്നേ ഞാനിവരുടെ വേറെയും വാനില പിന്നെ വേറെ അങ്ങനെ 2-3 വേരിയൻറ്റ് സ്പ്രേ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതെനിക്ക് അത്ര കണ്ട് നിന്നില്ല. ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ, അവർ 4 മണിക്കൂറായിട്ടോ ക്ലെയിം ചെയ്യുന്നത്. ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് പോകുന്നുണ്ട്. പക്ഷേ ഇത് നല്ല രീതി കുറേ നേരം എൻ്റെ ബോഡിയിലുണ്ട് കേട്ടോ. കുറേ കഴിഞ്ഞ് ഞാനിങ്ങനെ മണത്ത് നോക്കുമ്പോൾ എൻ്റെ ബോഡിയിൽ ഈ മണം ഉണ്ട് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്തെടുത്ത് ആ മണം നിലനിൽക്കുന്നുണ്ട്. ഇതെനിക്ക് 5-6 മാസം ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് 2 ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആണ് കേട്ടോ. 400 ml ഉണ്ട്, 240 ml ഉണ്ട്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ നിങ്ങൾ വാങ്ങുക. വേണമെങ്കിൽ ആദ്യം 240 ml വാങ്ങിയാൽ മതി. വാങ്ങിച്ച് യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വലിയ ബോട്ടിൽ വാങ്ങിയാൽ മതി കേട്ടോ. ലോങ് വേ നമുക്ക് ഉപയോഗിക്കാൻ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 445 അത്ര 475 രൂപയാണ് ഒറിജിനൽ പ്രൈസ് വരുന്നത്. എനിക്കിത് കിട്ടിയത് 290 രൂപ 300 രൂപ താഴെ കേട്ടോ. അത് എൻ്റെ ഓഫർ വന്നപ്പോഴാണ് ഞാൻ വാങ്ങിയത്. അതുപോലെ ഓഫർ ടൈമിലൊക്കെ നിങ്ങൾ കാർട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ അത്യാവശ്യമാണെങ്കിൽ തന്നെ ഒരു 300 അത്ര അതിൽ കിട്ടും കേട്ടോ. 475 രൂപയല്ലേ ഒറിജിനൽ പ്രൈസ്, ഒരു 350 360 ആ പ്രൈസിൽ നമുക്ക് ലഭിക്കും കേട്ടോ. ഞാനിത് പെർഫ്യൂമിൻ്റെ റെപ്ലിക്ക എന്ന രീതിയിലും പുറത്തൊക്കെ പോകുമ്പോൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് നോർമൽ ടു ഡ്രൈ സ്കിന്ന് വരെയാണ്. അത്യാവശ്യം മോയ്സ്ചർ നോർമൽ ടു ഡ്രൈ സ്കിന്ന് വരെ കിട്ടും. പിന്നെ ചിലർക്ക് ചില സ്മെല്ലൊക്കെ പിടിക്കുകയല്ലോ, ഒരു സ്മെല്ലും ഇഷ്ടപ്പെടാത്ത കുറേ ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ, എന്നെയൊക്കെ പോലെ. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ആ സ്മെല്ലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കാം ആൻഡ് മൈൽഡ് സ്മെല്ലൊക്കെയാണ്. ഇത് എല്ലാ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ അങ്ങനെയുള്ള എല്ലാ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബോഡി സൺസ്ക്രീനെ കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് SPF ഇല്ലാത്ത ബോഡി ലോഷനാണ് കേട്ടോ. ചിലർ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് SPF ഉള്ള ബോഡി ലോഷൻ ആയിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ളവർ ഇത് വാങ്ങാൻ നിൽക്കണ്ട കേട്ടോ. ഇതിൽ SPF ഇല്ല. ഞാൻ നേരത്തെ SPF ഉള്ള വിഷ് കെയറിൻ്റെ ബോഡി ലോഷനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ. ഞാൻ ഐക്കാർട്ടിലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തേക്കാവേ. അപ്പോൾ ഇത് സാധാ ബോഡി ലോഷനാണ് കേട്ടോ. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധാ ബോഡി ലോഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു കാം സ്മെല്ല് നമ്മൾ ബോഡിയിൽ ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് പോകാനും പറ്റും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എൻ്റെ റിവ്യൂ. ജെനുവൻ റിവ്യൂ ആണ് കേട്ടോ. ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുള്ള ജെനുവൻ റിവ്യൂ ആണ്. ഇത്രത്തോളം ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തത്. അത് ഈ ടൈമിൽ ഇത് ബോട്ടിൽ തീർന്നിട്ട് റിവ്യൂ ചെയ്യാമെന്ന് കേട്ടോ ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്തത് ഇത് നല്ലൊരു വിൻ്റർ ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും ബോഡി ലോഷൻ ആവശ്യമുള്ള ടൈമും ആയതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അത്രമേൽ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്തേക്കാന്ന് കരുതി ഞാൻ ചെയ്താണ്. ഇപ്പം 4-5 മാസമായിട്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ്. ഇതാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ജെനുവിൻ റിവ്യൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പം പിന്നെ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ആ ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.